SI ഉണ്ടോ? ഇല്ല. ഉടനെ വരൂ. ഉടനെ അല്ല, അടുത്തെങ്ങും വരുന്ന ലക്ഷണമില്ല. സസ്പെൻഷനില്ല. ഒരു MLA യുടെ കഴുത്തെ കയറി പിടിച്ചു. അറിഞ്ഞോണ്ട് ചെയ്തതല്ല. കഴുത്തേന്ന് പിടി വിടുന്നതിന് മുമ്പേ കിട്ടി സസ്പെൻഷൻ. ആരാ ഇപ്പൊ ചാർജ്? എന്താ വേണ്ട? ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്നാ വാ. ഇരിക്കെ. പരാതിക്കാർക്കൊക്കെ ഇപ്പൊ കസേര കൊടുക്കണമെന്നാ. എന്താ കേസ്? എന്റെ മോള് ഇതുവരെ സ്കൂളിൽ നിന്ന് വന്നില്ല. അതിന് സ്കൂളിലേക്ക് പോകുന്ന നേരമല്ലേ ആയുള്ളൂ. അവൾ ഇന്നലെ പോയതാ. അത് ശരി. ഇന്നലെ കാണാനായിട്ട് ഇപ്പോഴാണ് പരാതിപ്പെടുന്നത്. കൊച്ചു നാടെങ്ങാനും വിട്ടു പോയതാണെങ്കിൽ ഇപ്പൊ തെങ്കാശി ചെന്ന് കാണും. അങ്ങനെ പോകാൻ വഴിയില്ല. കൊച്ചിന് എന്താ പ്രായമുണ്ട്? 15 വയസ്സായി. അപ്പൊ വല്ല ബോയ് ഫ്രണ്ട്സിനോട് പോയതായിരിക്കും. അവൾക്ക് അങ്ങനെ ബോയ് ഫ്രണ്ട്സ് ആരുമില്ല. അങ്ങനൊന്നും നിശ്ചയിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ പിള്ളേരാ. അവളൊരു എക്സ്കർഷന് പോയതാ. ബസ് ആക്സിഡന്റ് ആയ കാരണം മടങ്ങിപ്പോന്നു. ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. ആ കോൺവെന്റുകാരുടെ ബസ് അപകടത്തിൽപ്പെട്ടതാണോ? അതെ. ആശുപത്രിയിലൊക്കെ നോക്കിയോ? അതിനവൾക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ലെന്നാണ് കൂടെ പോയ സിസ്റ്റേഴ്സ് പറഞ്ഞത്. വൈകിട്ട് 4 മണിക്ക് സ്കൂളിൽ നിന്ന് പോന്നതാ. കൂടെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു ബസ് സ്റ്റോപ്പ് വരെ. സാർ ഒരു കാര്യം ചെയ്യും, ഒരു പെറ്റീഷൻ എഴുതാ. കൊച്ചിന്റെ പേരും വയസ്സ് പിന്നെ ഒരു അരിമ്പാറ മറുകൊണ്ട് അത് എഴുതിക്കോ. CI ഞാനിപ്പോ വരാം. കുന്നും കയ്യിലേക്ക് PC വിട്ടോ? 7 മണിക്ക് വിട്ടു സാർ. നന്നായി. മന്ത്രിയുടെ പരിപാടി റദ്ദാക്കിയൊന്നും താൻ അറിഞ്ഞില്ലേ? രാവിലെ പത്രം വായിക്കുന്ന പതിവില്ല അല്ലേ? സാർ അതിപ്പോ ഈ പത്രം പിന്നെ റൈറ്റർ അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ ചായ പിടിക്കാനായിട്ട് പോയതാ. താനെന്താ അവിടെ? ഒരു പരാതിക്കാർ വന്നിട്ടുണ്ട്. അവരെ ഒന്ന് കൈകാര്യം ചെയ്യാൻ നിന്നതാ. ഇത്തിരി കുഴഞ്ഞ കേസാണെന്നാ തോന്നുന്നേ. ഒരു വലിയ വീട്ടിലെ പെങ്കൊച്ചിനെ അടിച്ചോണ്ട് പോയി. പത്രക്കാർ ശല്യം ഉണ്ടാക്കുന്ന ലക്ഷണമാ. ഞാൻ അവരെ സാറിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടെ. പോവാം. പത്രം വായിക്കാറില്ലേന്ന്. രാവിലെ വന്ന് കയറുമ്പോൾ നമ്മൾ തുടങ്ങും വിളിയോട് വിളി. ഒരു സിഗരറ്റ് മുഴുവൻ വലിക്കാൻ സമയം കിട്ടാറില്ല. പത്രം വായിച്ചില്ലേ? ഉന്തോ പിടിച്ചോണ്ടിരിക്കാൻ പോയി പത്രം വെച്ച് വായിക്കണോ? കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഞാനിത് കൊടുത്തിട്ട് വരാം. പരാതി കൊടുത്തു. നിങ്ങൾ സർക്കിൾ അദ്ദേഹത്തെ ഒന്ന് കണ്ടേരെ. ഞാൻ വേണ്ടവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, അദ്ദേഹത്തെ കണ്ടിട്ട് പോരുമ്പോ ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞൊന്നും കൊടുത്തേക്കരുത്. സംഗതി വെച്ചാകും. പുള്ളിക്കാരൻ ഞങ്ങളെ പോലൊന്നും അല്ല. ഇരിക്കൂ. കുട്ടി എത്രയിലാ പഠിക്കുന്നത്? 10th. ഫോട്ടോസ് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, ഉടനെ എത്തിക്കാം. എവിടെ? ഓഹോ, ഐഡന്റിഫൈ ചെയ്തോ? യൂണിഫോമിലാണോ? ശരി, ഒരു കാര്യം ചെയ്യൂ. ഇൻക്വസ്റ്റ് തയ്യാറായിക്കോളൂ. ഞാൻ വരുന്നു. ആളുകളെ ഒന്നും അടുപ്പിക്കണ്ട. മേനോൻ താമസിക്കുന്നത് ആ എസ്റ്റേറ്റ് കവലയുടെ അടുത്താ. എന്നാ നമുക്ക് ഇറങ്ങാം. ഞാൻ ആ കണ്ണഞ്ചോട് വരെ പോകുന്നുണ്ട്. പോകുന്ന വഴി വീട്ടിൽ കയറി കുട്ടിയുടെ ഫോട്ടോ എടുക്കാമല്ലോ. ശരി സാർ.